നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഒറ്റയാൾ പോരാട്ടം ഫലം കണ്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തി. മുടങ്ങിയ ശസ്ത്രക്രിയകൾ നടന്നു. ഡോക്ടർ ഹാരിസിനെ തള്ളി മുഖ്യമന്ത്രി. ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ കാരണമായി എന്ന് വിമർശനം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രതിഷേധവുമായി പ്രതിപക്ഷം. സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ തിരുവനന്തപുരം RCCയിൽ മരുന്ന് ക്ഷാമം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി മരുന്ന് ലഭിക്കുന്ന അനന്തപുരി മെഡിക്കൽ സ്റ്റോറിലും ഫണ്ടില്ലാത്തതിനാൽ മരുന്നില്ല. രോഗികൾ ദുരിതത്തിൽ. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെ വിവാദം തലപൊക്കുന്നു. റവാഡ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ്. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ റവാഡയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകി CPM. റവാഡയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കൊപ്പം. പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് DGP. എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് 1ാം റാങ്ക് ജോൺ ഷിനോജിന്. ആദ്യ 10 റാങ്കിൽ ഒരു പെൺകുട്ടി മാത്രം. ഫാർമസി പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് അനഘ അനിലിന്. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് നാളെ ബർമിംഗ്ഹാമിൽ. ആദ്യ ടെസ്റ്റിൽ തോറ്റ ഇന്ത്യൻ ടീമിൽ അഴിച്ചുപണിക്ക് സാധ്യത. ഷാർദുൽ ഠാക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ ഉൾപ്പെടുത്തിയേക്കും. ബുംറ പിന്മാറിയാൽ പേസർ അർഷ്ദീപ് സിംഗിനോ ആകാശ് ദീപിനോ പരിഗണന. വാർത്തകൾ വിശദമായി നോക്കിയാൽ, ഉപകരണങ്ങളുടെ ക്ഷാമത്തെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങിയിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തി. ഇതോടെ യൂറോളജി വിഭാഗം യൂണിറ്റ് 1-ൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTAയും രംഗത്തെത്തി. വിവാദങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളെത്തി. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ലെത്തോ ക്ലാസ്റ്റ് പ്രോബ് ഉപകരണങ്ങളാണ് തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെയോടെ എത്തിച്ചത്. പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച് ഫേസ്ബുക്ക് കുറിപ്പിൽ പരാതിയുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയത് വിവാദമായിരുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതം വെളിപ്പെടുത്തി ശനിയാഴ്ചയാണ് ഡോക്ടർ ഹാരിസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെഴുതുന്നത്. ഇത് വൻ വിവാദമായതോടെ വിശദീകരണവുമായി ആരോഗ്യമന്ത്രിയും മറ്റ് അധികൃതരും രംഗത്തെത്തിയിരുന്നു. സർക്കാരിനെ കരിപൂശാനുള്ള ശ്രമമെന്നായിരുന്നു ആദ്യം ആശുപത്രി അധികൃതരുടെ വാദം. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് വിഷയം പരിശോധിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണ സമിതിയുടെ പരിശോധനയിലും കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട്. മെഡിക്കൽ കോളേജുകളിൽ ഉപകരണങ്ങൾ വാങ്ങാൻ ഇപ്പോഴുള്ളത് അതിസങ്കീർണമായ നടപടിക്രമങ്ങളാണെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മെഡിക്കൽ കോളേജുകളിലെ സൂപ്രണ്ടുമാർക്കുള്ള അധികാരം പരിമിതമാണെന്നും ഇത് കാലോചിതമായി മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും സമിതി നിർദ്ദേശം നൽകി. ഡോക്ടേഴ്സ് ദിനത്തിൽ പ്രതിഷേധവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും രംഗത്തെത്തി. കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണം എന്നതുൾപ്പെടെയുള്ള അനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡോക്ടർമാരുടെ സംഘടനയായ KGMCTAയുടെ ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദുരവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ. വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആരോഗ്യരംഗത്ത് തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ ജില്ലയിലെ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ആരോഗ്യരംഗമല്ലാതെ മറ്റെന്താണ് സർക്കാരിന്റെ മുൻഗണനാ വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മാസങ്ങളായി. മരുന്ന് പല സ്ഥലങ്ങളിലില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല.
സർജറി നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും സർജറി നടന്നു കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാനുള്ള നൂല് വരെ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. ആരോഗ്യമേഖലയെ തകർക്കുന്ന സമീപനങ്ങളാണ് LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ആരോഗ്യമേഖലയെ അവഗണിച്ച സർക്കാരിനെതിരെ ആലപ്പുഴ DCCയുടെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MPയാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. രോഗികളിൽ നിന്ന് പിരിവെടുത്ത് ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുന്നത് പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ കഴിവുകേടിന് ഉദാഹരണമെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ ധർണ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കേരള കോൺഗ്രസും BJPയും പ്രതിഷേധവുമായി എത്തി. കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഭിക്ഷയെടുപ്പ് സമരം നടത്തി. BJPയുടെ പ്രതിഷേധ മാർച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ വടക്കൻ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്. വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രതിഷേധം. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. നമ്പർ 1 കേരളമെന്ന് മുഖ്യമന്ത്രി വീമ്പ് പറയുകയാണെന്നും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ മുഖം ചുളിച്ചിട്ട് കാര്യമില്ലെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. കേരളത്തിലെ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം സ്വകാര്യ ലോബിയാണെന്നും ഇക്കാര്യം നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മേഖലയിലെ സമരം കൊടുങ്കാറ്റ് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ തുടക്കമാണ്. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യയല്ലെന്നും മന്ത്രിയെ ഏൽപ്പിക്കാൻ പറ്റുന്നത് PR വകുപ്പാണെന്നും ഷാഫി പറമ്പിൽ MP കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പാവപ്പെട്ട രോഗി വേദന കൊണ്ട് വരുന്നവനാണ് ഷെയറിട്ട് പിരിച്ചിട്ട് വരാൻ പറയാൻ ഓപ്ഷൻ തരാൻ ആളെ തരാനുള്ള അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത നിങ്ങള് നമ്പർ 1 എന്ന് തള്ളി മറിച്ചിട്ട് ഈ പാവപ്പെട്ട രോഗിയുടെ അവസ്ഥ ഈ തലത്തിലേക്കാക്കി മാറ്റിയതിന് വല്ല ന്യായീകരണവും പറയാനുണ്ടോ? കേരളത്തിലെ ആരോഗ്യ മേഖലയോട് ഇടത് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയുടെ സ്മാരകമാണ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് എന്ന് KPCC ജനറൽ സെക്രട്ടറി M ലിജുവും പ്രതികരിച്ചു. അതേസമയം വയനാട് മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിൽ സംഘർഷമുണ്ടായി. മെഡിക്കൽ കോളേജ് കവാടത്തിലെ പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ ആശുപത്രി കോമ്പൗണ്ടിൽ കയറി പ്രതിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് കോഴിക്കോട്. പ്രവർത്തനം താറുമാറായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളോടൊപ്പമുള്ള കൂട്ടിരിപ്പുകാരും പ്രതിസന്ധിയിലാണ്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ രോഗികളോടൊപ്പം എത്തുന്നവർക്ക് താമസിക്കാൻ ആകെയുള്ള ഗവൺമെന്റ് ഡോർമെട്രിയുടെ നിരക്കുകൾ കുത്തനെ കൂട്ടിയതാണ് പ്രതിഷേധത്തിന് കാരണം. ഈ പ്രതിഷേധത്തെ തുടർന്ന് ചാർജ് വർധനവ് പിൻവലിച്ചുവെങ്കിലും ആശുപത്രിയുടെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഇനിയും ഇത്തരം നടപടി ഉണ്ടാകുമോ എന്നാണ് ഇവരുടെ ആശങ്ക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ രോഗികളോടൊപ്പമുള്ള കൂട്ടിരിപ്പുകാരാണ് ഈ കിടക്കുന്നവരെല്ലാം. കോരിച്ചൊരിയുന്ന മഴയിൽ ചോർന്നൊലിക്കുന്ന ഷീറ്റിന് താഴെയാണ് ഉറക്കം. 100 രൂപ കൊടുത്ത് ഗവൺമെന്റിന്റെ ഡോർമെട്രിയിൽ റൂം എടുക്കാൻ പോലും കഴിവില്ലാത്തവരാണിവർ. ഇവർക്ക് മുമ്പിലേക്കാണ് ചാർജ് വർധനവുമായി അധികൃതരെത്തിയത്. അവിടെ BPLകാർക്ക് 100 രൂപയായിരുന്നു നമുക്ക് ചാർജ് ഉണ്ടായിരുന്നത്. APLകാർക്ക് 150 രൂപയായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് അവർ 150 രൂപ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ 100 രൂപ തന്നെ നമുക്ക് ശരിക്കും ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു ദിവസം മാത്രത്തേക്കാണ് 150 രൂപ ചാർജ് ചെയ്യുന്നത്. നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റിന് കുറച്ച് കാലപ്പഴക്കം കാര്യം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, അത് പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് 150 രൂപ ആക്കുന്നതും അതുപോലെ തന്നെ നിലവിലുള്ള 100 രൂപ കൊടുക്കുന്നതിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടോടെ കൊടുക്കുന്നത്. കുറേ മരുന്നുകളും കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ കുറേ എല്ലാം വിലപിടിപ്പുള്ളതെല്ലാം പുറത്തേക്കാണ് ചെയ്യുന്നത്. പ്രതിഷേധത്തിനൊടുവിൽ ആശുപത്രി സൂപ്രണ്ട് ഉത്തരവ് മരവിപ്പിച്ചു. എങ്കിലും കൂട്ടിരിപ്പുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല. തണലിന് തൊട്ടടുത്തുള്ള കരുതൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഇരു കെട്ടിടങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക ഇവർക്കുണ്ട്.
അതുകൊണ്ട് തന്നെ ലാഭം നോക്കി ചാർജ് വർദ്ധിപ്പിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത്. കയ്യിൽ പണമില്ലാത്തവരാണ് അധികവും മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അത്തരത്തിലുള്ളവരുടെ ചോരയൂട്ടുന്ന നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നും കൂട്ടിരിപ്പുകാർ പറയുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ തിരുവനന്തപുരം RCCയിലും മരുന്ന് ക്ഷാമം രോഗികളെ ബാധിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സൗജന്യ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുന്ന അനന്തപുരി മെഡിക്കൽ സ്റ്റോറിലും സർക്കാർ ഫണ്ടില്ലായ്മ കാരണം ക്യാൻസറിനുള്ള ആവശ്യ മരുന്നുകളില്ല. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. നമ്മൾ ക്യാൻസറിന്റെ മരുന്ന് വന്നായിരുന്നോ? നേരത്തെ കഴിഞ്ഞ മാസം വന്നപ്പോൾ എന്റെ കാൽസ്യത്തിന് ഗുളിക മാത്രമേ കിട്ടുള്ളായിരുന്നു. മരുന്ന് വന്നിട്ടുണ്ടോ? ഇല്ല, നമുക്ക് പുതിയതായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഫണ്ടില്ല കേട്ടാ. അതൊക്കെ ഇനി പുതിയ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ഓഗസ്റ്റ് മാസത്തിലേ എടുക്കുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണ് ഇനി ഓഗസ്റ്റിലേക്ക് മരുന്ന് കിട്ടത്തുള്ളൂ? നിങ്ങൾക്ക് വേറെ ഏത് പോകുന്നത്? ക്യാൻസറിന്റെ മെഡിസിൻ അല്ല. അതെ, കാൽസ്യം, അതിന്റെ കൂടെ ഒരു കാൽസ്യം ടാബ്ലറ്റ് അത് കിട്ടിയായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഉള്ള മരുന്നാണ് കിട്ടാത്തത്. അതന്നെ. അപ്പൊ ക്യാഷ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ, പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. അത് ഓഗസ്റ്റ് മാസത്തിലേ എടുക്കുള്ളൂ കേട്ടോ. ക്യാഷ് മാത്രമാണെങ്കിൽ സമയമായിട്ടുണ്ടെങ്കിൽ വന്നാൽ മതി, അത് മാത്രം കിട്ടും. 15 ദിവസത്തേക്കേ കിട്ടുന്നുള്ളൂ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് സൗജന്യ നിരക്കിൽ മരുന്നു ലഭ്യമാക്കുന്ന സർക്കാർ കേന്ദ്രമായ അനന്തപുരി മെഡിക്കൽസ് ക്യാൻസറിനുള്ള മരുന്ന് ചോദിച്ചെത്തുന്നവർക്ക് നൽകുന്ന മറുപടിയാണ് ഇത്. സർക്കാർ ഫണ്ടില്ലായ്മ മൂലം മരുന്നുകൾ ലഭ്യമല്ലെന്നും ഓഗസ്റ്റോടുകൂടി മാത്രമേ മരുന്നുകൾ എത്തുകയുള്ളൂ എന്നുമാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന മറുപടി. നിരവധി രോഗികളാണ് മരുന്നിനായി സർക്കാർ നിയന്ത്രണത്തിലുള്ള അനന്തപുരി മെഡിക്കൽസിനെ ആശ്രയിക്കുന്നത്. അതേസമയം RCCയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്കും ഡോസ് കൂടിയ റേഡിയേഷൻ മരുന്നുകൾ ലഭ്യമല്ല. റേഡിയോ ഐസോട്ടോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇവിടെ ഈ ചികിത്സ തരാനുള്ള പ്രൊവിഷൻ ഇവിടെ ഇല്ല, അവർക്കിവിടെ അവർക്ക് തരാനുള്ള മരുന്ന് ഇവിടെ ഇല്ലെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ എന്തോ ചോദിച്ചു, ഇത്രയും ഒരു 30 ml വേണ്ടത്, ഇപ്പോൾ നമുക്ക് വൈഫിന് വേണ്ടത് കുറച്ചുകൂടെ ഒരു ക്വാണ്ടിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. അതിനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് റെഫർ ചെയ്ത് വിടാം, ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറഞ്ഞു. അനന്തപുരി മെഡിക്കൽസിന് അവിടെ പോയിക്കൊണ്ട് മരുന്നില്ലെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ ഫണ്ട് വരുന്നില്ല. RCCയിലെ അവസ്ഥ ഇത് തന്നെയാണ്, ഫണ്ടില്ല എന്ന് പറയും. ഇപ്പോൾ പാവപ്പെട്ട രോഗികൾ പിന്നെ എവിടെയാണ് പോകേണ്ടത്? ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ചോദിക്കുന്ന മരുന്ന് തരുന്നില്ല, ഇതാണെന്ന് പറയുന്നുണ്ട്. ഈ RCCയില്ലാതെ ചികിത്സ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എന്തായാലും എത്ര രൂപയാവും? ചിന്തിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? കിടത്തി ചികിത്സ നൽകേണ്ടവരെ പോലും ചികിത്സ നൽകി വിട്ടയക്കുകയാണ് ഇവിടെ. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴിയുള്ള ചികിത്സയും RCCയിൽ നിഷേധിക്കുന്നു. ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ കിടത്തി ചികിത്സ ചെയ്താൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് കേന്ദ്രം തരുന്നില്ലെന്ന് പറയുന്നു. കേന്ദ്രം വിളിച്ച് ചോദിക്കാൻ ഇവിടെ ആരുമില്ല, എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ പാവങ്ങളായി ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ പോയിട്ട്? സാധാരണക്കാരായ രോഗികൾക്ക് പോലും ചികിത്സയ്ക്കായി വൻതുക മുടക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തിന് പിന്നാലെയാണ് RCCയിലും സർക്കാരിൻ്റെ ഫണ്ടില്ലായ്മ രോഗികളെ വലയ്ക്കുന്നത്. രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി മിഡിൽ ഈസ്റ്റ് വാർത്തകൾ നോക്കിയാൽ 2028 ജനുവരി 1 മുതൽ ഒമാനിൽ നിലവിൽ വരുന്ന വ്യക്തിഗത ആദായ നികുതിയുടെ വിശദാംശങ്ങൾ ഔദ്യോഗിക ഗസറ്റിലൂടെ പുറത്തുവിട്ടു. ഒരു വർഷം 42,000 ഒമാനി റിയാലിൽ കൂടുതൽ വരുമാനമുള്ളവരാണ് ആദായ നികുതി പരിധിക്കുള്ളിൽ വരുന്നത്. ഉയർന്ന പരിധി നിശ്ചയിച്ചതോടെ രാജ്യത്തെ 99% ജനങ്ങളും ആദായ നികുതി അടയ്ക്കേണ്ടി വരില്ല എന്നാണ് കണക്കാക്കുന്നത്. ശമ്പളം, അലവൻസുകൾ, ബോണസുകൾ എന്നിവ വഴി നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ കൂടുതൽ വരുമാനം ലഭിച്ചാൽ ആദായ നികുതി പരിധിയിൽ വരും. എന്നാൽ പെൻഷൻ തുക ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സ്വയം തൊഴിൽ വരുമാനം, ഷെയറുകൾ, ബോണ്ടുകൾ എന്നിവ വഴിയുള്ള വരുമാനം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങി ആദായ നികുതി പരിധിയിൽ വരുന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിശദാംശങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ രാജ്യത്തിന് പുറത്തു പോകുന്നതിന് എക്സിറ്റ് പെർമിറ്റ് നിയമം പ്രാബല്യത്തിൽ വന്നു. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് കഴിഞ്ഞ മാസം 12-ന് പുറപ്പെടുവിച്ച നിർദ്ദേശത്തെ തുടർന്ന് ഇതുവരെയായി 35,000 പേരാണ് എക്സിറ്റ് പെർമിറ്റിന് അനുമതി തേടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാനവ വിഭവശേഷി സമിതി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ അപേക്ഷ സമർപ്പിച്ച തൊഴിലാളികൾക്ക് തൊഴിലുടമ അനുമതി നിഷേധിച്ച ഒരു പരാതിയും ഇതുവരെയായി ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിൽ സന്ദർശക വിസ ഓൺലൈനായി പുതുക്കുന്ന സംവിധാനം വീണ്ടും നിലവിൽ വന്നു. മാസങ്ങളായി മുടങ്ങിയിരുന്ന സേവനമാണ് ഇന്ന് രാവിലെ മുതൽ വീണ്ടും നിലവിൽ വന്നത്. നേരത്തെ മൾട്ടിപ്പിൾ റീ എൻട്രി വിസ
ഉള്ളവർക്ക് ഇന്ന് മുതൽ ഓൺലൈൻ വഴി വിസ പുതുക്കാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായി. ഏതാനും മാസങ്ങളായി സന്ദർശക വിസ പുതുക്കേണ്ടവർ മറ്റു രാജ്യങ്ങളിൽ പോയാണ് വിസ പുതുക്കി തിരിച്ചു വന്നിരുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട സേവന നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി വിസ സർവീസുകളിൽ ചില നിയന്ത്രണങ്ങൾ വന്നതാണ് വിസിറ്റിംഗ് വിസ പുതുക്കുന്നതും ഓഫ്ലൈൻ വഴിയാക്കിയത്. ഒമാനിൽ രാജ്യവ്യാപകമായി പൊടിക്കാറ്റ് വീശുന്നതായി റിപ്പോർട്ട്. വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനെ തുടർന്ന് പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് നേരത്തെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിലാണ് പൊടിക്കാറ്റ് ശക്തമായത്. കാഴ്ചപരിധി കുറയുന്നതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. അസ്ഥിരമായ കാലാവസ്ഥ വരും ദിവസങ്ങളിലും തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ പല പ്രദേശങ്ങളിലും ഇന്ന് അന്തരീക്ഷ താപനില 52 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഒദൈബി. അടുത്ത വെള്ളിയാഴ്ച വരെ രാജ്യത്ത് ഉഷ്ണക്കാറ്റ് വീശുവാൻ സാധ്യതയുള്ളതായും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ ശക്തമായ പൊടിക്കാറ്റ് വീശുവാൻ സാധ്യതയുള്ളതിനാൽ തുറസായ പ്രദേശങ്ങളിൽ കാഴ്ചപരിധി ഗണ്യമായി കുറയുവാൻ കാരണമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ദരാർ അൽ അലി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ കാഴ്ചപരിധി 1000 മീറ്ററിൽ താഴെയായി കുറയുമെന്നും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ആസ്മ, അലർജി രോഗികൾ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സൗദിയിൽ വീടുകളിൽ ഭക്ഷ്യേതര സ്ഥാപനങ്ങൾക്ക് ഡെലിവറി പെർമിറ്റ് നിർബന്ധമാക്കാനുള്ള തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. രാജ്യത്തെ ജീവിത നിലവാരം ഉയർത്തുവാനും രാജ്യത്തെ ഡെലിവറി മേഖലയിൽ സുരക്ഷയും നിയമപാലനവും ഉയർത്താനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പെർമിറ്റ് വ്യവസ്ഥ നടപ്പാക്കുന്നത്. കുവൈറ്റിൽ കള്ളക്കടത്ത് വസ്തുക്കൾ പിടികൂടിയ വകയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് 1,64,823 ദിനാർ പാരിതോഷികം നൽകി. കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. യോഗ്യരായ 338 കസ്റ്റംസ് ഇൻസ്പെക്ടർമാർക്കും ഓഡിറ്റർമാർക്കുമാണ് ഈ തുക വിതരണം ചെയ്തത്. കസ്റ്റംസ് നിയമലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിലും നിയമങ്ങളും ചട്ടങ്ങളും കൃത്യതയോടെയും നടപ്പാക്കുന്നതിലും ഈ ഉദ്യോഗസ്ഥർ നടത്തിയ ശ്രമങ്ങളെ അധികൃതർ അഭിനന്ദിച്ചു. കുവൈറ്റിലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് കുവൈറ്റ് സാമൂഹികകാര്യ മന്ത്രാലയം. ധനസമാഹരണ പ്രവർത്തനങ്ങൾ രാജ്യത്തെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായിരിക്കണമെന്ന നിബന്ധനയിൽ ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് സംഭാവനകൾ ശേഖരിക്കുന്നതിനുള്ള ലൈസൻസ് പുനരാരംഭിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു. വ്യക്തിഗത കേസുകൾക്കായി ഏതെങ്കിലും പ്രത്യേക സംഭാവന ലിങ്ക് സൃഷ്ടിക്കുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണെന്നും പ്രാദേശികമായും വിദേശത്തുമുള്ള ലൈസൻസുള്ള പ്രോജക്റ്റുകൾക്കായുള്ള എല്ലാ പരസ്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് ശതമാനം വ്യക്തമായി വെളിപ്പെടുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഈ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞ് ഉംറ സീസൺ ആരംഭിച്ച ശേഷം ഇതുവരെ 1,90,000-ലേറെ ഉംറ വിസകൾ അനുവദിച്ചതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ദുൽഹജ്ജ് 14 മുതലാണ് ഇത്തവണത്തെ ഉംറ സീസൺ ആരംഭിച്ചത്. ഭൂരിഭാഗം ഹജ്ജ് തീർത്ഥാടകരുടെയും മടക്കയാത്ര പൂർത്തിയാകുന്നതിന് മുൻപായാണ് വിദേശ തീർത്ഥാടകർക്ക് ഉംറ വിസകൾ അനുവദിക്കാൻ തുടങ്ങിയത്. ശബാൻ 1 മുതൽ വിദേശ ഉംറ ഏജൻസികളുടെ ക്വാളിഫിക്കേഷൻ അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഹജ്ജ് ഉംറ മന്ത്രാലയം നിർത്തിവെക്കും. എന്നാൽ സൗദി ഉംറ കമ്പനികളുമായി വിദേശ ഏജന്റുമാരുണ്ടാക്കുന്ന കരാറുകൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് ശബാൻ 1 ശേഷവും തുടരും. വിദേശ തീർത്ഥാടകർക്ക് ഉംറ വിസ അനുവദിക്കുന്ന അവസാന ദിവസം 1447 ശവ്വാൽ 1 നവയുഗം സാംസ്കാരിക വേദി 7ാമത് കേന്ദ്ര സമ്മേളനം ദമാമിൽ സംഘടിപ്പിച്ചു. ദമാം റോസ് ഓഡിറ്റോറിയത്തിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടന്ന പരിപാടി CPI ദേശീയ കൗൺസിൽ അംഗവും മുൻ MLAയുമായ സത്യൻ മുഖേരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പൊതുസമ്പത്തിന്റെ കോർപ്പറേറ്റ് കേന്ദ്രീകരണം രാജ്യത്ത് വൻതോതിൽ സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നുവെന്ന് സത്യൻ മുഖേരി അഭിപ്രായപ്പെട്ടു. ജമാൽ വില്യപ്പള്ളി, പ്രിജി കൊല്ലം, ലത്തീഫ് മൈനാകപ്പള്ളി എന്നിവരടങ്ങിയ പ്രസീഡിയം അധ്യക്ഷത വഹിച്ച കേന്ദ്ര സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി MA വാഹിദ് കാര്യറ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. രക്ഷാധികാരി ഷാജി മതിലകം നവയുഗം ക്യാമ്പയിനുകൾ വിശദീകരിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കിയാൽ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി റിവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ലഹരിക്കെതിരായ പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വാർത്താ സമ്മേളനത്തിൽ വിരമിച്ച പോലീസുകാരൻ പരാതിയുമായി DGPക്ക് മുന്നിലേക്ക് എത്തിയത് നാടകീയ രംഗങ്ങൾക്ക് കാരണമായി.
1991 കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖർ രാവിലെ 7 മണിയോടെയാണ് പോലീസ് ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുത്തത്. പോലീസ് ആസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് DGPയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP H വെങ്കടേഷിൽ നിന്നും പോലീസ് മേധാവി ബാറ്റൺ സ്വീകരിച്ചു. തുടർന്ന് ധീരസ്മൃതിഭൂമിയിലെത്തി പുഷ്പചക്രം അർപ്പിച്ച ശേഷം പോലീസ് സേനയുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനെതിരായ പോലീസ് നടപടികൾ ശക്തമാക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചത്. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിനും സൈബർ ക്രൈം നേരിടുന്നതിനും പ്രധാന പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. Kerala Police per se has been concentrating on the main key areas of focus will be definitely the anti-drug drive. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം ഒരു പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും, അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഈ ആൻറ്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമ്മൾ ക്രമസമാധാനത്തിനെ ശക്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. And we also would like to maintain the communal harmony by being a very proactive police force and by liaising with the community, by involving the community. We will like to do the maintain the communal harmony in the society. At the same time, ജനങ്ങൾക്ക് ഒരു സുരക്ഷ സൈബർ അപരാധികളിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും. അതിനിടെ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് പരാതിയുമായി വിരമിച്ച പോലീസുകാരൻ കടന്നു വന്നത് നാടകീയ രംഗങ്ങൾക്ക് കാരണമായി. പോലീസ് സേനയിൽ 30 വർഷം സേവനമനുഷ്ഠിച്ച് SI ആയി വിരമിച്ച കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശിയായ ബഷീറാണ് പരാതിയുമായി DGPക്ക് മുന്നിലേക്ക് എത്തിയത്. DGPയെ കാണാൻ വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന തന്നെ പോലീസുകാരനാണ് വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റിവിട്ടതെന്ന് ബഷീർ പറഞ്ഞു. ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. അവിടത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. യൂണിഫോം ഇട്ട ഒരാളെ ഗൾഫിൽ നിന്നുള്ള ഓൺലൈൻ മീഡിയയുടെ ആളാണെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർക്കൊപ്പമാണ് ഇയാൾ പോലീസ് ആസ്ഥാനത്തേക്ക് കയറിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്ഭവന്റെ സുരക്ഷയിൽ ഇടപെട്ട സർക്കാർ നടപടിയിൽ അമർഷം രേഖപ്പെടുത്തി രാജ്ഭവൻ. ഗവർണറുടെ ആവശ്യപ്രകാരം നിയോഗിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയതിലാണ് രാജ്ഭവൻ അതൃപ്തി അറിയിച്ചത്. അതേസമയം ഈ ഉത്തരവ് സാങ്കേതിക നടപടി മാത്രമാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സുരക്ഷയിലുണ്ടായിരുന്ന 6 പോലീസുകാരുടെയും 1 ഡ്രൈവറുടെയും സ്ഥലമാറ്റ ഉത്തരവ് റദ്ദാക്കിയ സർക്കാർ നടപടിയിലാണ് രാജ്ഭവൻ അമർഷം അറിയിച്ചിരിക്കുന്നത്. സാങ്കേതികമായ ഒരു പിഴവാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം. രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ളവരുടെ ഉത്തരവ് ആദ്യം ഇറക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയുമായിരുന്നു. രാജ്ഭവൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ നൽകേണ്ട എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതായാണ് രാജ്ഭവന്റെ സംശയം. എന്നാൽ ഇനി അതേ ഉദ്യോഗസ്ഥരെ സർക്കാർ പുനർനിയമിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഗവർണർ ഇന്ന് രാത്രിയോടുകൂടി മടങ്ങിയെത്തിയ ശേഷമാകും ഇക്കാര്യത്തിൽ സർക്കാരിനോട് അതൃപ്തി അറിയിക്കുക. ഗവർണർ തിരികെ എത്തുമ്പോൾ കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നും വി ശിവൻകുട്ടിയെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി വീണ്ടും കത്ത് നൽകിയതിലും രാജ്ഭവൻ അതൃപ്തിയിലാണ്. ഇക്കാര്യങ്ങളിൽ ഗവർണറുടെ നിലപാടുകൾ ഇനിയും അറിയേണ്ടതുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാര തുക 7 ലക്ഷം രൂപ 10 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കെട്ടിവയ്ക്കണം. ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം. കീം 2025 പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മൂവാറ്റുപുഴ സ്വദേശി ജോൺ ഷിനോജ് 1ാം റാങ്ക് കരസ്ഥമാക്കി. ഫാർമസി വിഭാഗത്തിൽ ആലപ്പുഴ സ്വദേശി അനിഖ അനിലിനാണ് 1ാം റാങ്ക്. എഞ്ചിനീയറിംഗ് ആദ്യ 10 റാങ്കുകളിൽ 9 റാങ്കും കരസ്ഥമാക്കിയത് ആൺകുട്ടികളാണ്. മൂവാറ്റുപുഴ സ്വദേശി ജോൺ ഷിനോജ് 1ാം റാങ്ക് കരസ്ഥമാക്കിയപ്പോൾ എറണാകുളം സ്വദേശി ഹരികിഷൻ ബൈജു 2ാം റാങ്കും കോഴിക്കോട് കാക്കൂർ സ്വദേശി അക്ഷയ് ബിജു BN 3ാം റാങ്കും നേടി. ഫാർമസി വിഭാഗത്തിൽ ആലപ്പുഴ സ്വദേശി അനഘ അനിൽ 1ാം റാങ്ക് നേടിയപ്പോൾ
കോട്ടയം സ്വദേശി ഹൃഷികേശ് ആർ ഷെണോയ് 2ാം റാങ്കും മലപ്പുറം സ്വദേശി ഫാത്തിമത്ത് സഹറ 3ാം റാങ്കും നേടി. 1ാം റാങ്ക് ജോൺ ഷിനോജ് ഫാർമസി റാങ്ക് ലിസ്റ്റാണ് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അനഘ അനിൽ നമ്മുടെ ഈ ക്വാളിഫയിങ് എക്സാമിനേഷന് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ 47,175 പേരാണ്. ആദ്യ 100 റാങ്കിൽ വന്നിട്ടുള്ളത് 43 പേരാണ്. 138 പരീക്ഷാ കേന്ദ്രങ്ങളിലായി നടന്ന പ്രവേശന പരീക്ഷയുടെ ഫലമാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. ആകെ 86,549 പേർ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഹാജരായതിൽ 76,230 പേർ യോഗ്യത നേടി. 67,505 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കിയത്. ആകെ 33,425 പേർ ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് ഹാജരായതിൽ 27,841 പേർ ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയ സംബന്ധിച്ച് പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ മാർക്ക് ഏകീകരിക്കുന്നതിനുള്ള വിവിധ ശാസ്ത്രീയ മാർഗങ്ങൾ വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് മന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് നാളെ ബർമിംഗ്ഹാമിൽ നടക്കും. ആദ്യ ടെസ്റ്റിൽ തോറ്റ ഇന്ത്യൻ ടീമിൽ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. ഓൾറൗണ്ടർ ഷാർദുൽ ഠാക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ ഉൾപ്പെടുത്തിയേക്കും. ബുംറ പിന്മാറിയാൽ പേസർ അർഷ്ദീപ് സിംഗിനോ ആകാശ് ദീപിനോ പരിഗണന ലഭിച്ചേക്കും. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.